ഇന്നും മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഏതൊക്കെ ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്? എത്തരത്തിലാണ് ലഭിച്ച വിവരങ്ങൾ? കാളിദാസ്, കാലവർഷത്തിന് മുന്നോടിയായിട്ട് തന്നെ സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള മഴ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം 4 ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്നും ഇപ്പോൾ 3 ജില്ലകൾക്കാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പത്തനംതിട്ട, മലപ്പുറം, ഇടുക്കി ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. നാളെയും 4 ജില്ലകൾക്ക് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴ അതിശക്തമാകുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ പുറപ്പെടുവിച്ച് വരികയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിശക്തമായ കാറ്റുണ്ടാകാനുള്ള സാധ്യതയും പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന്, തീരദേശവാസികൾക്കും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ഉയർന്ന തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 14-ാം തീയതി രാത്രി 11:30 വരെ ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കും അതുപോലെ തന്നെ തീരദേശവാസികൾക്കും ജാഗ്രത പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം മത്സ്യബന്ധനത്തിന് ഇതുവരെയും ഒരു തടസ്സവുമില്ല. അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളൊന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. 27-ാം തീയതിയോടുകൂടി കാലവർഷം കേരള തീരത്ത് എത്തുമെന്നുള്ളതാണ് മുൻപേ തന്നെ കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ അതിനൊരു ദിവസം മുൻപോ പിൻപോ ഒക്കെ തീയതി മാറാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കാലവർഷം കഴിഞ്ഞ തവണത്തേക്കാൾ മുൻപ് ഇത്തവണ എത്തും എന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതിന് മുന്നോടി തന്നെ ഇത്തരത്തിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴ അത് എല്ലായിടത്തും പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതിപ്പോൾ കഴിഞ്ഞ രാത്രിയൊക്കെ നല്ല രീതിയിലുള്ള മഴ സംസ്ഥാനത്ത് പല ജില്ലകളിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ആ മഴ തുടരുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. കാലവർഷം എത്തുന്നതോടുകൂടി അതിശക്തമായ മഴ കേരളത്തിൽ പ്രതീക്ഷിക്കാം എന്നുള്ളതും കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. ആ സമയത്ത് മഴ മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്നത് കൃത്യമായിട്ട് കേൾക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും പൊതുജനം ചെയ്യണം എന്നുള്ളതും പറയേണ്ടതായിട്ടുണ്ട്. കാളിദാസ്. ശരി, സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് 3 ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം എന്നീ 3 ജില്ലകളാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും കാലവർഷം നേരത്തെ എത്തുമെന്ന് തന്നെ കഴിഞ്ഞ ദിവസവും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. 26ഓടുകൂടി കാലവർഷം എത്തുമെന്നുള്ളതാണ് അറിയിച്ചത്. അതിന് മുന്നോടിയായി ശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്കൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതും കൂടിയുണ്ട്. നിരവധി ജാഗ്രതാ നിർദ്ദേശങ്ങളുമുണ്ട്. സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകുന്നത്.